ഹലോ ഗൈസ്, കണ്ടറിയാത്തവർ കൊണ്ടറിയെന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ? ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ സംഘപരിവാറിനെ ന്യായീകരിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള പല അറ്റാക്കുകളും ഉണ്ടാകുന്ന ഒരു ചെറിയ ആളുകളിൽ നിന്നാണ്. അതൊരു പൂർണ്ണമായിട്ടും സംഘപരിവാറിനെ താറടിക്കാൻ പറ്റില്ല, BJP താറടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല സ്റ്റഡികളും നടത്തി. അപ്പൊ അത് ബോധ്യമായിട്ടാണ് കഴിഞ്ഞ രണ്ടോളം വീഡിയോ ചെയ്ത്. അതിനകത്ത് ഞാൻ പറഞ്ഞ സംഘടിതമായിട്ടുള്ള ആക്രമണമാണ്. അതിന് പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ അപ്പാരറ്റസ് പൂർണ്ണമായിട്ടും അവരുടെ കൂടെ നിൽക്കുകയാണ്. ഇപ്പൊ കൊണ്ടറിയൽ തുടങ്ങിയപ്പോഴാണ് പല ക്രിസംഖ്യകൾക്കും നേരം വെളുത്തത്. പണ്ടേതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, മുസ്ലിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാല്, കമ്മ്യൂണിസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്തത് നിങ്ങളാണ് എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. ഇപ്പോ നേരം വെളുത്തു. രണ്ട് കന്യാസ്ത്രീകളുടെ വിഷയം വന്നപ്പോ വളരെ പ്രൊവോക്കേറ്റീവ് ആയിട്ടാണ് സംഘപരിവാറിന്റെ ചില സംഘടനകൾ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന മലയാളികളായ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഞാൻ തുറന്ന് സംസാരിക്കുന്നതിന് മടിയുമില്ല. കാരണം അന്നും ചിലരൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു, നിങ്ങളെ തേടിയും അവർ വരുമെന്ന്. അത് സത്യമാണെന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നു. ഞാൻ സത്യസന്ധമായി സംസാരിക്കുന്നതാണ് കേട്ടോ. കാരണം ഈ രണ്ട് കന്യാസ്ത്രീകൾ ഒരു കേസ് വന്നു, ഈ മതം മാറ്റുന്നു എന്നുള്ളത്, മതം മാറ്റപ്പെടുന്നുണ്ട്, സത്യമാണ്. പക്ഷെ അതോടുകൂടി അവരുടെ സോഷ്യലി, കൾച്ചറലി, ഇക്കോണമിക്കലി, എഡ്യൂക്കേഷനലി അവരുടെ ഒരു സ്റ്റാറ്റസ് തന്നെ മാറുകയാണ്. ഈ സോക്കോൾഡ് സ്വത്വം നിലനിർത്തുന്നു വരുന്നവര്, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സ്വത്വം നിലനിർത്തുന്നവര് ഈ കയ്യാലപ്പുറത്ത് ചത്ത എലിയെ ചുട്ട് നിന്നുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ആ സ്വത്വം നിലനിർത്തിക്കൊള്ളണമെന്നാണ് ഇവർ. നമ്മുടെ കേരളത്തിൽ നിന്ന് സൂക്ഷിക്കണ മാതിരിയല്ല മറ്റു സംസ്ഥാനത്ത്, ഇന്ത്യന്റെ പ്രത്യേകിച്ച് ഈ നോർത്ത് ഭാഗത്തൊക്കെ പോയിട്ട് ഈ സുവിശേഷം പറച്ചിലൊന്നും സംഘികൾക്ക് ഇഷ്ടപ്പെടൂല. ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി. അപ്പൊ നിങ്ങൾ വീഡിയോസ് ഒക്കെ ഇടൽ തുടങ്ങി. നമുക്ക് തെറ്റുപറ്റി, നമ്മൾ ചിന്തിച്ച മാതിരി എല്ലാ കാര്യങ്ങളൊക്കെ. ഈ രണ്ട് നാരകളും സകല ചാനലിൽ ഇരുന്നിട്ട് മുസ്ലിം വിരോധം പറഞ്ഞ ആൾക്കാരാണ്. സ്വന്തം ചാനലുകളിൽ വന്നിട്ട് മുസ്ലിങ്ങളെ കംപ്ലീറ്റ് ഐസൊലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞൊരു നാറിയണായിരിക്കും. ഇപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലായി. സംഘപരിവാർ എന്ന രാക്ഷസന്മാരെ എത്ര നാറിയാളാന്നുള്ളത് ഇന്ത്യന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം. അതുകൊണ്ട് ഇനിയെങ്കിലും ഓരോ സംഖ്യകളെ അടുപ്പിക്കാതിരിക്കുക. ഒരു ചാൻസ് കിട്ടിയ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിന്റെ അടിയിൽ അത് പിത്തന ഉണ്ടാക്കാനായിട്ട് വരുന്ന ആൾക്കാരാണ്. അത്ര വിഷം എന്ന് പറഞ്ഞാൽ സംഖ്യകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റുക, മാറ്റി നിർത്തുക.